ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശാപം തന്ന ആ കുടുംബത്തിലെ രക്ഷകയായ പെൺകുട്ടിയാണ് കൊച്ചുമകന്റെ ഭാര്യയായി കളരിക്കൽ തറവാട്ടിലേക്ക് എത്തേണ്ടത്. അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. ആ പെൺകുട്ടി കളരിക്കൽ തറവാട്ടിലേക്ക് വധുവായി കയറുന്നതോടെ നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാപ പരമ്പര തന്നെയാണ് അവസാനിക്കുക. നമസ്കാരം മാം. ഇയാളെ ഗോപാലൻ. ആ കുട്ടി ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇയാള് നമ്മുടെ വീട്ടില് ജോലിക്ക് നിൽക്കുന്ന സുനന്ദയുടെ ഭർത്താവാ. ഓ, ആ കുട്ടിയുടെ യഥാർത്ഥ പേരെന്താണ്? കൃഷ്ണ എന്ന് തന്നെയാണ് മാഡം. അവളും നിങ്ങളും തമ്മിലുള്ള ബന്ധം? എന്റെ നാട്ടിലുള്ള കുട്ടിയാണ് മാഡം, ആലപ്പുഴയിലെ കുട്ടനാട്. അവളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ അടുത്ത് വന്നപ്പോ തങ്ങാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് എന്റെ കൂടെ നിന്നേ ഉള്ളൂ. കൃഷ്ണയുടെ അമ്മയുടെ പേരെന്താ? തങ്കം. തങ്കം ഒരു പാവമാണ് മാഡം, ഒട്ടും വയ്യ. അമ്മയുടെ ഓപ്പറേഷൻ വേണ്ടി കാശിന് ഓടി നടക്കുക ആ പാവം. അതിനിടയിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. ചിട്ടി അടിച്ച കാശും കൊണ്ട് അവള് മുങ്ങി. ആ ചിട്ടിക്കാരെ അന്വേഷിച്ചുള്ള ഓട്ടത്തിനിടയിലാ എന്റെ വീട്ടിൽ കുറച്ചു ദിവസം നിന്നത്. കഷ്ടപ്പാടാണ് മാഡം. സിനി, അഡ്രസ് വാങ്ങിച്ചോ? അഡ്രസ് പറ. PP പ്ലാക്കാട്ടുവിള, ആ, ചെമ്മാങ്കുടി, വട്ടക്കുഴി PO. എന്തിനാ മാഡം ആ കുട്ടിയെ അന്വേഷിക്കുന്നത്? കാര്യമുണ്ട്. സിനി, വരൂ, ഞാൻ തിരിച്ചുകൊണ്ടാക്കാം. അയ്യോ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എങ്കിലും ഓക്കെ. ഓ, ഹലോ അളിയ. പ്രകാശ, സിത്താര മേഡം ഇപ്പൊ എന്നെ വിളിപ്പിച്ചിരുന്നു. കൃഷ്ണയുടെയും തങ്കത്തിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിരുന്നു. അഡ്രസ്സും വാങ്ങിയിട്ടുണ്ട്. അതെന്തിനായിരിക്കും? അങ്ങോട്ട് വരാൻ തന്നെയാ. ഏത് നിമിഷവും സിത്താര മേഡം തങ്കത്തിനെ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്. അളിയോ നോക്കിക്കൊള്ളണേ. ആ, നോക്കാളിയ. ചിലപ്പോ തങ്കയുടെ രക്ഷയ്ക്കായിരിക്കും അവര് വരുന്നത്. എങ്ങനെയെങ്കിലും തങ്കത്തിന്റെ ചികിത്സക്കായിട്ട് കുറച്ച് കാശ് സിത്താര മേഡത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ശരി അളിയാ. ഓ ശരി. നന്ദ, പുള്ളുവൻ പാട്ട് നീ ശ്രദ്ധിച്ചോ? എന്താ അമ്മ അങ്ങനെ ചോദിക്കാൻ? പണ്ട് കാലം മുതൽക്കേയുള്ള ശീലമാ. പുള്ളുവൻ പാട്ടിന് ഓരോ തറവാട്ടിലും എത്തുമ്പോ അതാത് സ്ഥലങ്ങളിലുള്ള ശാപങ്ങളും ദോഷങ്ങളും അതിനുള്ള പ്രതിവിധിയും ഒക്കെ അവര് പാട്ടിലൂടെ ചൂണ്ടിക്കാട്ടും. ഞാനും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാ ഇന്നത്തെ പുള്ളുവൻ പാട്ട് നമുക്കുള്ള സൂചനയായിരുന്നു. ഒരേ സമയത്ത് പിറന്ന 2 പെൺകുട്ടികളെ കുറിച്ച് അതിൽ പറഞ്ഞു. ഒന്നിച്ച് പിറന്നവർ പിന്നെ പിരിയേണ്ടി വന്നുവെന്ന്. ഒരാൾ നന്മയുടെ പക്ഷത്തും ഒരാൾ തിന്മയുടെ പക്ഷത്തുമാണ് നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും വ്യക്തമായിട്ട് സൂചനയുണ്ട്. നന്മയുടെ പക്ഷത്ത് നിലയുറപ്പിച്ച കുട്ടി വെള്ളി വെളിച്ചം പോലെയാ. ഏത് കാർമേഘത്തിനെയും ഇല്ലാതാക്കാനുള്ള ശേഷി അവൾക്കുണ്ട്. അത്രയൊന്നും എന്റെ ശ്രദ്ധ പോയില്ലമ്മേ. മനസ്സിൽ മുഴുവൻ ശാപത്തിനെ കുറിച്ചുള്ള ആശങ്കകളായിരുന്നു. എവിടെയാണ് രക്ഷ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ആ വരികൾ കേട്ടത്. അതിന്റെ ഉത്തരം പറയാൻ അവർക്ക് പറ്റില്ല. കാരണം അവർക്ക് നാഗദേവതകൾ മനസ്സിൽ തോന്നിപ്പിച്ചതാണ് വരികളായി പുറത്തോട്ട് വരുന്നത്. നന്ദ, അന്ന് ജോർജിന് പറഞ്ഞില്ലേ ഗാഥമോൾക്ക് അപകടം സംഭവിക്കുന്ന സമയത്ത് സർപ്പയോഗമുള്ള ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു എന്ന്?
അവളുടെ സാന്നിധ്യമാണ് ഗാതമോളെ മരണത്തിൽ നിന്നും രക്ഷിച്ചതെന്ന് ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോ ഒരു പ്രതീക്ഷയുടെ തിരുവട്ടം കാണുന്നില്ലേ? ഉണ്ടമ്മേ. ആദ്യം അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണം. അതിന് ഗുരുജിയെ തന്നെ ആശ്രയിക്കണം. ജ്യോത്സ്യം പറഞ്ഞ പോലെ ഉള്ളവും പാട്ടിൽ അറിയാതെ കടന്നു കയറിയ പോലെ നമുക്കൊരു രക്ഷക അല്ലേ അമ്മേ? അതെ, കാലങ്ങളായി ശാപം പേറുന്ന കളരിക്കൽ തറവാടിന് മുന്നിൽ ദൈവം അനുഗ്രഹിച്ച ഒരു ദിവ്യ വെളിച്ചം. ബാക്കിയെല്ലാം ഗുരുജി പറയട്ടെ. വ്യക്തതയില്ലാത്തൊരു ചോദ്യത്തിന് ഉത്തരം തേടി ആരോ വരുന്നുണ്ടെന്നൊരു സൂചന കിട്ടിയിരുന്നു. പറയൂ. ഉള്ളുവം പാട്ടിലെ ചില സൂചനകൾ അതിന് വ്യക്തത വരുത്താൻ വേണ്ടിയാ അങ്ങയുടെ മുമ്പിൽ വന്നത്. സരസ്വതി അമ്മയുടെ നീണ്ടകാലത്തെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിച്ചു എന്നതിന് തെളിവാണ് ആ വരികൾ. കളരിക്കൽ തറവാടിനെ ഗ്രസിച്ചിരിക്കുന്ന ആ നാഗശാപം ആ ശാപം തന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയിലൂടെ മാറണം. അതാണ് നിയോഗം. ശാപം തന്ന ബ്രാഹ്മണ കുടുംബത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല. അന്വേഷിച്ചു പോകാൻ കൃത്യമായ പേരുകളും ഇല്ല. സരസ്വതിയമ്മേ, ഈശ്വരഹിതമെന്ന് പറയുന്നത് നമ്മൾ തേടി പോകേണ്ടതല്ല, നമ്മളെ തേടി വരുന്നതാണ്. വിധിവിഹിതങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചിരിക്കണം. സൂചനകൾ അനുസരിച്ച് ശാപം തന്ന ആ കുടുംബത്തിലെ രക്ഷകയായ പെൺകുട്ടിയാണ് കൊച്ചുമകന്റെ ഭാര്യയായി കളരിക്കൽ തറവാട്ടിലേക്ക് എത്തേണ്ടത്. അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. ആ പെൺകുട്ടി കളരിക്കൽ തറവാട്ടിലേക്ക് വധുവായി കയറുന്നതോടെ നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാപ പരമ്പര തന്നെയാണ് അവസാനിക്കുക. ശാപം തന്ന പൂജാരിയുടെ കുടുംബത്തിൽ ഇരട്ടകളായി ഒരേ രൂപത്തിൽ ജനിച്ച 2 പെൺകുട്ടികളിൽ ഒരാൾ. നാഗപ്രീതിയുടെ ഉച്ചസ്ഥായിയിലാണ് ആ കുട്ടിയുടെ ജാതകം. അവൾ തിരിച്ചറിയാത്ത അതിവിശിഷ്ടമായ കഴിവുകളോടെ അവൾ എവിടെയോ ഉണ്ട്. ഞാൻ എങ്ങനെയാ കുട്ടിയുടെ അടുത്തെത്തും?